നിങ്ങൾക്കറിയാം നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ബയോളജിയാണ്. പകുതി മാർക്കും ബയോളജിയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ബയോളജിയിൽ മാർക്ക് മേടിക്കാനും എളുപ്പമാണ്. ഇത് തന്നെയാണ് ബയോളജിയുടെ പ്രശ്നവും. കാരണം നിങ്ങളൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിനിമം 360 ഒരു 340 മാർക്കെങ്കിലും എത്തിക്കണം ബയോളജി. മുൻ വർഷങ്ങളിലെ ടോപ്പേഴ്സിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് കണ്ട് അവരുടെ സ്ട്രാറ്റജി സമ്മറൈസ് ചെയ്ത് ഒരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ വീഡിയോസൊക്കെ കണ്ടപ്പം ബയോളജിയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു കോമൺ സ്ട്രാറ്റജിയാണ്. ടോപ്പ് റാങ്ക് കിട്ടിയവരെല്ലാം ഈ ബയോളജി ഒരു 10-15 പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 30 ഡേയ്സിൽ എത്തി നിൽക്കുമ്പോൾ നമുക്കിനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രജനീകാന്തിന്റെ സ്ട്രാറ്റജിയാണ്. 100 തവണയൊന്നും ഇല്ലെങ്കിലും ഒരു പ്രാവശ്യം വായിക്കുന്നത് ഒരു 3 റിവിഷന് തുല്യമാക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി നമുക്കൊന്ന് ശ്രമിച്ചു. ഇനി അങ്ങോട്ട് നിങ്ങൾ ബയോളജി റിവൈസ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു ചാപ്റ്റർ NCERTയിൽ വായിക്കുന്നതിന് മുമ്പായിട്ട് ആ ചാപ്റ്ററിലെ MCQs എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിരിക്കണം. നിങ്ങൾ സൊല്യൂഷനിലോട്ട് എത്തുമൊന്നും വേണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ബയോളജിയിൽ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ആ ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക് DNA ആണ്. ഈ DNA എന്ന ടോപ്പിക്ക് വായിക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. അങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തരും, അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇൻകറക്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസ് പെയർ വെച്ചുള്ള കാൽക്കുലേഷൻസ്, നൈട്രജൻ ബേസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു 4-5 സയൻറ്റിസ്റ്റിനെ കുറിച്ചും അവരുടെ വർക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെ വെച്ചും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ സെൻട്രൽ ഡോഗ്മ, ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ, DNA വേഴ്സസ് RNA, ഇതിനെക്കുറിച്ചും എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് മറിച്ച് നോക്കിയപ്പം ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായി. ഈ ഒരു ഐഡിയ വെച്ച് ടെക്സ്റ്റ് വായിച്ചാലാണ് റിവിഷൻ എഫക്റ്റീവ് ആകുള്ളൂ. ഇതേപോലെ ഹ്യൂമൻ ഫിസിയോളജിയിൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ നോക്കി. അപ്പോഴും ക്ലിയർ ആണ്, ആ ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത് റെസ്പിറേറ്ററി വോളിയംസും പാർഷ്യൽ പ്രഷറിനും ബേസ് ചെയ്താണ്. ഇതുപോലെ ഓരോ ചാപ്റ്ററും ഓരോ ടോപ്പിക്കും എങ്ങനെ വായിക്കണം, ഏതൊക്കെ പോയിന്റ്സിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കണം എന്നൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് വേണം അത് വായിക്കാൻ. ഇനി നിങ്ങളൊരു ചാപ്റ്റർ വായിക്കുന്ന സമയത്ത് ആ ഫുൾ ചാപ്റ്റർ വായിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് അതിലെ എല്ലാ ഹെഡിങ്സും ഡയഗ്രാംസും ഒന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കുക. ഓരോ ഹെഡിങ്ങും വായിച്ചിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യാനും ശ്രമിക്കുക. ഇതിനുവേണ്ടി ഒരുപാട് സമയമൊന്നും കളയരുത്. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രാവശ്യം പഠിച്ച കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ ചാപ്റ്റർ സ്പീഡിൽ വായിക്കുക. നിങ്ങൾ MCQs വായിച്ചിട്ട് ചാപ്റ്റർ വായിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് ഓരോ പാരഗ്രാഫും എങ്ങനെ ഒരു ക്വസ്റ്റ്യനായി മാറാമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. പലപ്പോഴും ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നതും അതിൻ്റെ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വരുന്നത്. ഈ വായിക്കുന്നത് മാക്സിമം സ്പീഡിൽ വേണം. ആ ഒരു ചാപ്റ്ററിന്റെ ലെങ്ത്തും ഇമ്പോർട്ടൻസും ഒക്കെ അനുസരിച്ച് ഒരു 30 മിനിറ്റ്സോ 45 മിനിറ്റ്സോ അതിൽ കൂടുതൽ അത് പോകണ്ട. ഈ വായിക്കുന്ന സമയത്തും നമ്മൾ മുമ്പ് ശ്രദ്ധിക്കാതെ പോയ ചില പോയിന്റ്സ് ഒക്കെ ക്ലിക്ക് ആവും. അങ്ങനെ കിട്ടുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പെൻസിൽ കൊണ്ടൊന്ന് ബ്രാക്കറ്റ് ചെയ്തിടണം. എന്നിട്ട് ഫുൾ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ബ്രാക്കറ്റിലിട്ട കാര്യങ്ങൾ മാത്രം ഒന്നും കൂടെ ആദ്യം തൊട്ട് പോയി ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയും ചെയ്യുമ്പോഴേക്കും നമ്മൾ 3 റൗണ്ട് ഫുൾ ടോപ്പിക്സ് ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോവുകയാണ്. നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പം അതൊരു ഷോർട്ട് ടേം മെമ്മറി ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. അത് ലോങ് ടേം മെമ്മറി ആയി മാറുന്നത് കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു 3 സ്റ്റെപ്പ് റിവിഷൻ ചെയ്യുമ്പം നമ്മുടെ ആ ലോങ് ടേം മെമ്മറി ഫോം ആകാനുള്ള ചാൻസുകൾ കൂടുകയാണ്. ഞാനൊക്കെ ബയോടെക്സ്റ്റ് വായിച്ച സമയത്ത് ഒരേ ചാപ്റ്റർ തന്നെ ഒരു 3ാമത്തെ റൗണ്ട് റിവൈസ് ചെയ്യുന്ന സമയത്ത് പോലും പുതിയതായിട്ട് ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു പാരഗ്രാഫിൽ 5 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം വായിക്കുമ്പം അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് മാത്രമായിരിക്കും ചിലപ്പോൾ തലയിൽ കയറുന്നത്. എന്നിട്ട് 2ാമത്തെ റിവിഷൻ ചെയ്യുമ്പം ഒരു 2 പോയിന്റും കൂടെ തലയിൽ കയറും. ആൻഡ് 3ാമത്തെ റിവിഷൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഈ 5 പോയിന്റും നമുക്ക് ശരിക്കും മനസ്സിലാകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു റിവിഷൻ പ്ലാൻ പറഞ്ഞത്. അപ്പോൾ ഓവറോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ വായിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് അതിലെ MCQs എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് വിടുക. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് അതിലെ ഹെഡിങ്സും ഡയഗ്രാംസും മാത്രം ഒന്ന് നോക്കി പോവുക. ഈ സമയത്ത് മുമ്പ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിക്കളക്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്നിട്ടൊരു 30 മിനിറ്റ്സ് 40 മിനിറ്റ്സ് എടുത്ത് ആ ചാപ്റ്റർ ഫുള്ള് പെട്ടെന്ന് വായിച്ചു വിടുക. ആൻഡ് ഫൈനലി ഒരു 10 മിനിറ്റ് എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച പോർഷൻസ് മാത്രം ഒന്ന് വായിക്കുക.
മിക്ക ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഒരു 1 അവറിനുള്ളിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കാം. അതിൽ കൂടുതൽ പോകാതെ നോക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ചാപ്റ്ററിലെ MCQs ഒരു 30 മിനിറ്റ്സ് നേരത്തേക്ക് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനുള്ളിൽ ഒരു ചാപ്റ്റർ നമ്മൾ റിവൈസ് ചെയ്ത് തീരും. 2 മണിക്കൂർ കൂടുതലൊന്നും ബയോളജിയിൽ ഒരു ചാപ്റ്ററും വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ 2 മണിക്കൂർ തന്നെ എടുത്ത് പഠിക്കണം എന്നല്ല, മാക്സിമം സ്പീഡിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കുറേ റിവിഷൻസ് ചെയ്ത ഒരാളാണെങ്കിൽ 1 മണിക്കൂറുണ്ടോ 3/4 മണിക്കൂറുണ്ടൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്റർ ആദ്യമായിട്ടാണ് വായിക്കുന്നതെങ്കിൽ ഇങ്ങനെ പഠിച്ചിട്ട് അത് അടുത്ത ദിവസം രാവിലെ റിവൈസ് ചെയ്യാനും മറക്കരുത്. ബയോളജിയിൽ ഒരുപാട് നെഗറ്റീവ് വരുന്നവരൊക്കെ ഈ ഒരു സ്ട്രാറ്റജി ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റയടിക്കൊരു ചേഞ്ച് നിങ്ങൾ കാണത്തില്ല, പക്ഷെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ബയോളജിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. പലപ്പോഴും ബയോളജിയിൽ വരുന്നൊരു പ്രശ്നം അതിലെ ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്ക് തിയറിയൊക്കെ വായിച്ച് മടുത്തിരിക്കുന്ന സമയത്തും അതേപോലെ ഉച്ച കഴിഞ്ഞുള്ള സമയത്തൊക്കെ സെൽഫായിട്ട് ബയോളജിയിൽ ഒരു 30 മിനിറ്റ് എക്സാംസ് ഒക്കെ നടത്തുക. ഒരു 30 മിനിറ്റ്സ് വെച്ച് ഒരു 50 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് കുറച്ച് പേർക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. ചിലപ്പോൾ 30 മിനിറ്റ്സിൽ 30 ക്വസ്റ്റ്യൻസ് വരെ എത്താൻ പാടുപെടും. പക്ഷെ അത് കാര്യമാക്കേണ്ട, നിങ്ങളിത് ഡെയിലി ചെയ്യുമ്പോൾ പതുക്കെ അത് ഇമ്പ്രൂവ് ആയി വന്നോളും. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് എക്സ്പോഷറും കിട്ടും. ഓൾസോ കെയർലെസ് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസും കുറയും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലെങ്തി ക്വസ്റ്റ്യൻസിലൊക്കെ ഏറ്റവും ലാസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കും ആക്ച്വൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചിട്ട് നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് പെട്ടെന്ന് ക്ലിയർ ആവും. സോ വലിയ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ചില ക്വസ്റ്റ്യൻസിലൊക്കെ സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും, എന്നിട്ട് 4 സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ടാവും. ഈ 4 എണ്ണത്തിലെ 3 സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാകത്തില്ല, പക്ഷെ അതിലെ ഒരെണ്ണം ടെക്സ്റ്റിൽ നിന്നായിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വായിച്ച ഉടനെ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞ് വിട്ട് കളയരുത്. ആ അറിയുന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ച് നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇനി ഔട്ട് ഓഫ് സിലബസ് വരുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് കാണും. ഈ വർഷം അതിന് ചെറിയൊരു ചാൻസ് ഉണ്ട്, കാരണം കഴിഞ്ഞ വർഷം 3 പേർക്കാണ് ഫുൾ മാർക്ക് കിട്ടിയത്. അതുകൊണ്ട് ആ ടോപ്പ് റാങ്കുകളെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് സിലബസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങളുടെ MBBS സീറ്റിനെ ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പുറകെ പോയി സമയം കളയണ്ട. നമ്മളിന്ന് പറഞ്ഞ പോലെ റിവൈസ് ചെയ്യുമ്പോഴും ചില ടോപ്പിക്സ് ക്ലിയർ ആകാതെ ബാക്കി കിടപ്പുണ്ടാവും. ബയോളജിയിലെ എല്ലാ ചാപ്റ്റേഴ്സും സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല, ചിലതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ക്ലിയർ അല്ലാത്ത ചാപ്റ്റേഴ്സൊക്കെ ഇനിയാണെങ്കിലും യൂട്യൂബ് ക്ലാസ്സസ് കണ്ട് ക്ലിയർ ആക്കണം. അവിടെ നിങ്ങൾ ഫുൾ ലൈവ് സെഷൻസും ഫുൾ ക്ലാസ് ഒന്നും പോയി കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ക്ലിയർ അല്ലാത്തത് അത് മാത്രം പോയി കാണുക. 10 മിനിറ്റ് കൊണ്ട് ക്ലിയർ ആക്കാൻ പറ്റുന്ന ടോപ്പിക്കിന് വേണ്ടി 2 മണിക്കൂർ ക്ലാസ് കണ്ട് സമയം കളയരുത്. ബയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും അതിൻ്റെ പ്രയോറിറ്റി ഒക്കെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷം തന്നെ ചെയ്ത 45 ഡേയ്സ് സ്ട്രാറ്റജി വീഡിയോയിൽ അത് കൊടുത്തിട്ടുണ്ട്. അത് പെട്ടെന്നൊന്ന് പോയി നോക്കിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു ബയോളജി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ കിടപ്പുണ്ട്. അതും കൂടെ ഒന്ന് ഓടിച്ച് വിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ലാസ്റ്റ് മന്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് ബയോളജി. കാരണം കൂടുതൽ തവണ നമ്മൾ വായിക്കുന്നതും കൂടുതൽ തവണ MCQ ചെയ്യുന്നതനുസരിച്ച് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെ നമ്മുടെ റിസൾട്ട് ഇമ്പ്രൂവ് ആകും. അതുകൊണ്ട് ഇപ്പം മാർക്ക് കുറഞ്ഞിരിക്കുന്നവരൊന്നും ടെൻഷൻ ആകേണ്ട. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊരു ചേഞ്ച് വരത്തില്ല, ബട്ട് വിത്ത് ടൈം യു വിൽ ഇംപ്രൂവ്. ഓൾസോ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അതേ സ്പീഡിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അതും കുഴപ്പമില്ല, നിങ്ങൾ മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോയിൽ. ഇതേപോലെ ബാക്കി സബ്ജക്റ്റിൻ്റെ സ്ട്രാറ്റജി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.